ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന് കീഴിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ CA പഠനം ആരംഭിക്കാം. ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾക്കായി തയ്യാറായിരിക്കുകയാണ്. അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് CA പഠനം ആരംഭിക്കാം. ഡിസംബർ 8 മുതൽ CA ഫൗണ്ടേഷൻ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ലോ ആൻഡ് അക്കൗണ്ട്സ്, മാത്സ്, BCR, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് വിദഗ്ധരായ അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നത്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ലെക്ചർ വിത്ത് അൺലിമിറ്റഡ് വാച്ച് ടൈം, യുടെ നോട്ട്, ഡൗട്ട് സോൾവിംഗ് സെക്ഷൻസ്, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടിക്കൽ മോക്ക് ടെസ്റ്റ് പേപ്പർ എന്നിവ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലൂടെ ലഭിക്കും. ഇനി എന്തിന് നിങ്ങൾ മടിക്കണം? ഇന്ത്യയിലെ മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ CA എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. ഓരോ സബ്ജക്റ്റിനും വിദഗ്ധരായ ഒട്ടനവധി അധ്യാപകരും റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസും അൺഅക്കാഡമിയുടെ പ്രത്യേകതകളാണ്. അൺഅക്കാഡമി ഒരു കംപ്ലീറ്റ് പ്ലാനോട് കൂടിയുള്ള പഠനമാണ് നടത്തുന്നത്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിളിലൂടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യുന്നത്. 24 മന്ത്, 12 മന്ത്സ്, 6 മന്ത്സ് പ്ലാനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്ലാനുകൾക്ക് നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റും നടത്താവുന്നതാണ്. ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം. കൊമേഴ്സ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് 10% ഫീസ് ഡിസ്കൗണ്ട് ആണ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് അച്ചീവേഴ്സ് എന്നുള്ള കോഡ് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. CA പഠനം കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോൻ്റെ 4th ചാപ്റ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡ് വരെ നമ്മൾ നോക്കി. സൈബർ വേൾഡ്, സൈബർ ലോ എന്താണെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സൈബർ എത്തിക്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്താണ്, സൈബർ അഡിഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ സൈബർ എത്തിക്സ് ആണ്. സൈബർ എത്തിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മളുടെ ലൈഫിൽ. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എന്തുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മോറൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻവോൾവിങ് സൈബർ ടെക്നോളജി. സൈബർ ടെക്നോളജിയായിട്ട് റിലേറ്റ് ചെയ്ത മോറലും ലീഗലും സോഷ്യലും ആയിട്ടുള്ള എത്തിക്സുകളെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, മറ്റുള്ളവരുടെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരാളുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലായാലും പല വീഡിയോസ് കാണുമ്പോൾ റെസ്ട്രിക്റ്റഡ് വീഡിയോസ് ഉണ്ട്, എന്താണ് ചൈൽഡിന് മാത്രമുള്ള വീഡിയോസ് ഉണ്ട്. അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സൈബർ എത്തിക്സിലൂടെ പഠിക്കണം. അപ്പോൾ സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി റെസ്പോൺസിബിൾ ബിഹേവിയർ ബൈ യൂസിങ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റെസ്പോൺസിബിൾ ബിഹേവിയറാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ബി ഹോണസ്റ്റ്. നമ്മളെപ്പോഴും എന്താണ്, സത്യസന്ധമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഷോ റെസ്പെക്റ്റ് ടു അതേഴ്സ്, മറ്റുള്ളവരോട് എന്താണ് റെസ്പെക്റ്റ് കൊടുക്കണം. അതായത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പോലും ഫ്രണ്ട്സിനായാലും ആർക്കായാലും നമ്മൾ മാന്യമായ രീതിയിൽ മെസ്സേജുകൾ അയക്കുക, അവരുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സൈബർ ലോസൊക്കെ സ്ട്രിക്റ്റ്ലി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒഫൻസീവായിട്ടുള്ള ലാംഗ്വേജസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോസിലായാലും എന്താണ് യൂസ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഇൻ്റർനെറ്റ് ബുള്ളിങ് അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ, അതായത് അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അൺറിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസ് ഒന്നും കോപ്പി ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. അതായത് വേറൊരാളുടെ കണ്ടൻറ്റ് തന്നെ നമ്മളെടുത്ത് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ ചെയ്യാൻ പാടില്ല, ഇൻ്റർനെറ്റിൽ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ ഇൻഫർമേഷനെ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പാസ്വേഡുകൾ
നമ്മൾ യൂസ് ചെയ്യാനോ അല്ല അവരുടെ പാസ്വേഡുകൾ കണ്ടുപിടിക്കാനോ മറ്റുള്ളവരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ എന്താണ് ഒരു കാര്യങ്ങളും പറയാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ എടുക്കാതിരിക്കുക, കമ്പ്യൂട്ടറിൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോസും എന്തെങ്കിലും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ അൺഎത്തിക്കലായിട്ടുള്ള ലോഫുള്ളായിട്ടുള്ള ഒരു ക്രൈമും നമ്മൾ ഇതിലൂടെ നടത്താനായിട്ട് പാടില്ല, ഈ ഒരു കമ്പ്യൂട്ടർ മേഖല അല്ലെങ്കിൽ സൈബർ വേൾഡിൽ നടത്താനായിട്ട് പാടില്ല. ഇത്രയാണ് സൈബർ എത്തിക്സ്. സൈബർ എത്തിക്സ് ചിലപ്പോൾ 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ 4 മാർക്കിനും ചോദിക്കാം. സൈബർ എത്തിക്സ് എന്താണെന്നും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നും. ഇനി നമ്മൾ നോക്കുന്നത് സൈബർ അഡിക്ഷൻ എന്താണെന്നുള്ളത്. നമുക്കൊക്കെ അഡിക്ഷനുണ്ട്. എന്താണ് അത്, നമുക്കൊക്കെ എത്രത്തോളം ആണ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല. സൈബർ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൈബർ വേൾഡ് എന്താണൊക്കെ ആവാം, കമ്പ്യൂട്ടർ ആവാം, ഇൻ്റർനെറ്റ് ആവാം, മൊബൈൽ ഫോൺ ആവാം, ഏത് ടെക്നോളജി ആയാലും നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പം 24 മണിക്കൂറും ജോലി ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു സൈബർ അഡിക്ഷനാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അതവരുടെ ജോബിൻ്റെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ 24 അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ നമ്മളെന്താണ് കൂടുതലായിട്ടും സൈബർ യുഗത്തിൽ അഡിക്റ്റായി പോകുന്നവരുണ്ട്. അതിനെയാണ് നമ്മൾ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. സൈബർ അഡിക്ഷൻ ഈസ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ദാറ്റ് കോസസ് പീപ്പിൾ ടു സ്പെൻഡ് സോ മച്ച് ടൈം ഓൺ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഡൊമിനേറ്റ്സ് ദ അഡിക്റ്റ്സ് ലൈഫ്. അതായത് നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മളായാലും എന്താണ് ഗെയിമുകളിൽ അഡിക്റ്റ് ആവാറുണ്ട്. അതായത് ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എടുത്തുക, പിന്നീട് നമ്മൾ ആ ലെവലിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ നമ്മൾ എന്താണ് ജയിക്കുന്നതിനനുസരിച്ച് നമുക്ക് പോകണമെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, നെക്സ്റ്റ് പോസ്റ്റ് വീണ്ടും കാണണമെന്ന് തോന്നുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് ഫോൺ മാറ്റാനേ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മളും എന്താണെന്ന് പറയാം, ഒരു സൈബർ അഡിക്റ്റഡാണെന്ന് പറയാനായിട്ട് സാധിക്കും. സൈബർ അഡിക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സൈബർ അഡിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ മെൻ്റൽ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് യൂഷ്വലി ടു ദ ഡിറ്റർമിനൻസ് ഓഫ് ദി യൂസേഴ്സ്. അതായത് എക്സസീവായിട്ട്, അമിതം ആവശ്യത്തിനല്ല അതിലും എക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സൈബർ അഡിക്ഷൻ എന്ന് പറയാം. സൈബർ അഡിക്ഷൻ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് ഗെയിമിൽ അഡിക്റ്റഡ് ആണ്, ചിലർക്കും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നവർ, ഇങ്ങനെ എന്താണ് അവരുടെ ജോലിയല്ല അല്ലാതെ അവരതിൽ അഡിക്റ്റഡായി പോയി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സൈബർ അഡിക്ഷൻ എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഏതൊക്കെ രീതിയിലുള്ള ഇൻ്റർനെറ്റ് അഡിക്ഷനാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ അഡിക്ഷൻ. സൈക്കോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുക, എന്തെങ്കിലും ആൻസൈറ്റി ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റി, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമ്മൾ ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടുന്ന ഫീൽസൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ സൈക്കോളജിക്കൽ പരമായിട്ട് നമുക്ക് അഡിക്ഷനാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് തന്നെ നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസൊക്കെ മാറി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ സൈക്കോളജിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ സൈക്കോളജിക്കൽ രീതിയിൽ നമ്മൾ ഇൻ്റർനെറ്റ് അഡിക്ഷനെ പറയുന്നത്. ഇനി നോക്കുന്നത് ഫിസിക്കൽ സൈനാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഫോൺ നോക്കുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരെ ചൊവ്വേ ഉറങ്ങാൻ പറ്റാതെ വരിക, പിന്നെ നമ്മുടെ ബ്രെയിനിന് പ്രോബ്ലം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ളത് ഫിസിക്കൽ സൈനുകളാണ്. ഇതൊക്കെ നമ്മുടെ സൈബർ അഡിക്ഷൻ്റെ. പക്ഷേ ചിലവരൊന്നും ഇങ്ങനെ കമ്പ്യൂട്ടറും ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേദന വരുന്നെങ്കിൽ പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നെക്സ്റ്റ് ബിഹേവിയർ സൈൻ, എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ളത്. അതായത് എക്സസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുക, കൂടുതലായിട്ട് നമ്മൾ നമ്മൾ ഇപ്പം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം നമ്മൾ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയോ സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ബിഹേവിയറിലും മാറ്റം വരും. അടുത്ത റിലേഷൻ, നമുക്ക് ഫാമിലിയോടുള്ള ഒരു റിലേഷൻ നഷ്ടപ്പെടുക. നേരത്തെ എങ്ങനെയാണ് നമ്മൾ വീട്ടുകാരെ വിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയല്ല, നമ്മൾ ഫോൺ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് റിയൽ വേൾഡ് ഫ്രണ്ട്ഷിപ്പൊക്കെ നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഓൺലൈനിലാണ് ഫ്രണ്ട്സ്, പിന്നെ മാരേജ് റിലേഷനിലൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലോ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ഈ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ സൈബർ അഡിക്ഷൻ കുറയ്ക്കാം?
അത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഓവറായിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ തോന്നുന്നതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതോ ഇതെങ്ങനെ കുറയ്ക്കാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ അഡിക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഇനിയിപ്പം ഞാൻ പബ്ജി കളിക്കുകയാണ്, എനിക്ക് പബ്ജി കളിക്കുന്നതാണ് എൻ്റെ അഡിക്ഷൻ, അതായത് അതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിർത്താനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായി യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിലാണ് അഡിക്ഷൻ, അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് കണ്ടെത്തുക. ഇനിയിപ്പോൾ എന്താണോ, ഗെയിം ആണെങ്കിൽ ഗെയിം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളാണെങ്കിൽ അത്, ഫേസ്ബുക്ക് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ഏതാണോ നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ അഡിക്റ്റ് ആയി പോയിട്ട് എലമെൻറ്റ്, അതെന്താണെന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മൾ കൃത്യമായിട്ട് ടൈം കണ്ടെത്തുക. ഏത് ടൈമിൽ ഞാൻ ബ്രൗസർ യൂസ് ചെയ്യും, അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും, ഏത് ടൈമിലാണ് ഞാൻ ചാറ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട്സിന്, ഇത്രയും കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അല്ലാതെ ഫോൺ കിട്ടുമ്പോഴെല്ലാം യൂസ് ചെയ്യാതെ ഏത് ടൈമിലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ടൈം കണ്ടെത്തുക. ദെൻ റിയൽ വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മാത്രം ഫ്രണ്ട്സ് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഫ്രണ്ട്സ്, മൊബൈലിലൂടെ അല്ലാതെ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ ഇങ്ങനെയായിട്ടുള്ളവരുമായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ വരുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കൂടുതൽ ടൈം നിങ്ങളൊന്ന് നോക്കുക, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പേരൻസിനോടൊപ്പം സംസാരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക. ഇനി ഞാൻ ഇത്രയും യൂസ് ചെയ്യത്തുള്ളൂ, ഇത്രയും യൂസ് ചെയ്താൽ മതി, ഇപ്പോൾ എനിക്ക് എക്സാമാണ്. ഇപ്പം നമ്മളൊന്നും അത്ര അഡിക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഒരു കാര്യം വരുമ്പോൾ, അതായത് നമുക്കിപ്പോൾ ഒരു എക്സാം വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂസ് കുറയും. ഇനിയിപ്പോൾ എത്ര കുറയത്തില്ലെന്ന് തോന്നിയാലും എക്സാമിൻ്റെ തലേന്നായാൽ പോലും നമുക്ക് തോന്നും, ഇനിയിപ്പോൾ യൂസ് ചെയ്യണ്ട, ഇനി പഠിക്കാമെന്ന് തോന്നും. അപ്പോൾ നമ്മളത്ര അഡിക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, പക്ഷേ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി കണ്ടെത്തുക. അതായത് ഇതല്ലാതെ എന്ത് യൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് പബ്ജി കളിക്കുന്നതിലാണ് പ്രോബ്ലം, അപ്പോൾ അത് കണ്ടെത്തി, അപ്പോൾ അതിന് വരെ ഞാൻ വേറെ ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ സൈബർ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് സൈബർ അഡിക്ഷനെ കുറിച്ച് പഠിക്കാൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇതിലാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ സ്കീമാണ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഒതൻറ്റിസിറ്റി ഓഫ് എ ഡിജിറ്റൽ മെസ്സേജ് ഓർ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഒരു സത്യസന്ധത നിലനിർത്തുക, ഒതൻറ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് അപ്പം ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്തു, ഇത് ഞാൻ തന്നെയാണ് സെൻഡ് ചെയ്തത്, ഇത് എന്താണ് തെളിവ്? അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഈ മെസ്സേജ് ഞാനല്ല അയച്ചത്, ഇത് അല്ലാതെ വന്നതാണ്, ഇതെന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അപ്പം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വാലിഡായിട്ടുള്ള സിഗ്നേച്ചറാണ്. അതായത് ഇപ്പം ഞാൻ ഇൻ്റർനെറ്റിലൂടെയോ എന്തെങ്കിലും കാര്യങ്ങൾ സെൻഡ് ചെയ്ത് തന്നാൽ അത് ഞാൻ തന്നെയാണ്, സെൻഡർ തന്നെയാണ് സെൻഡ് ചെയ്തതെന്ന് കാണിക്കാനുള്ള ഒരു മാർഗ്ഗം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നോ സിഗ്നേച്ചർ എന്നോ പറയാറുണ്ട്. അതായത് ഇത് നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ ഇട്ട് കൊടുക്കുന്ന സിഗ്നേച്ചറിന് തുല്യമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പേനയും പേപ്പറും ഉപയോഗിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഡിജിറ്റൽ കീസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഒതൻറ്റിസിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒതൻറ്റിക്കേഷൻ ഓഫ് എനി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ബൈ എ സബ്സ്ക്രൈബർ ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് മെത്തേഡ് ഓർ പ്രൊസീജിയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. ഈ ആക്ട് പ്രകാരം എന്താണോ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇനി എന്തിനൊക്കെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷനാണ്. അതായത്
എന്താണ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ റിസീവറിൻ്റെ കയ്യിലെത്തുകയാണ്. അപ്പോൾ റിസീവറിന് അത് ബിലീവ് ചെയ്യുക ആരുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നത്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഗീവ് ദ റിസീവർ റീസൺ ടു ബിലീവ് ദാറ്റ് ദ മെസ്സേജ് വാസ് ക്രിയേറ്റഡ് ആൻഡ് സെൻഡ് ബൈ ദ ക്ലെയിംഡ് സെൻഡർ. ആ സെൻഡർ തന്നെയാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്, അല്ലെ ഈ സെൻഡർ തന്നെയാണ് ഈ മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീട് ഈ സെൻറ്റർക്ക് ഒരിക്കലും ഡിനേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഞാനല്ല ഇത് അയച്ചതെന്നുള്ളത് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചറിനോടൊപ്പമാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ പിന്നീട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താണ് ഞാനല്ല ഈ മെസ്സേജ് അയച്ചത്, എനിക്കറിയാതെയാണ് ഈ മെസ്സേജ് വന്നത്, അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രിറ്റിയാണ്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ എൻഷുർ ദാറ്റ് ദ മെസ്സേജ് ഹാസ് നോട്ട് ബീൻ ഓൾട്ടേർഡ് ഇൻ ട്രാൻസിറ്റ്. അതായത് ഒരിക്കലും പിന്നീട് ഈ മെസ്സേജ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി എപ്പോഴും എന്ത് ചെയ്യും, നിലനിൽക്കും. ഇത്രയാണ് പർപ്പസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ? ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, എലിമിനേറ്റ് ദ നീഡ്സ് ടു പ്രിൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ഒതൻറ്റിക്കേഷൻ. അതായത് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ് കൊടുക്കും, ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൊടുക്കേണ്ടി വരത്തില്ല. അതായത് ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ള ഒരു ഉറപ്പ് വരും. അല്ലാതെ നമ്മൾ പറയും ഓൺലൈനായിട്ട് എന്ത് തന്നാലും അതിനോടൊപ്പം എന്തെങ്കിലും റെക്കോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് ഔട്ടോ തരാനായിട്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, റെഡ്യൂസ് ദ സ്റ്റോറേജ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്. അതായത് ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഇത് സൂക്ഷിച്ച് വെക്കേണ്ടിയൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഇംപ്രൂവ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ആക്സസ് ടു ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്. ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ് സെക്യൂരിറ്റി ഓഫ് ഡോക്യുമെൻറ്റ് ട്രാൻസ്മിഷൻ. നമ്മൾ ഡോക്യുമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്താണ്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ പോലെ തന്നെയാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലിയാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇനി നമ്മൾ എക്സാമൊക്കെ എഴുതും, അതായത് നെറ്റ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും എന്താണ്, ഈ സർട്ടിഫിക്കറ്റാണ്, ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റാണ്. അതായത് നമ്മുടെ കയ്യിൽ ഫിസിക്കലി അല്ല സർട്ടിഫിക്കറ്റ് വരുന്നത്, നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഓൺലൈൻ വഴി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കൊറോണ ആയിരുന്ന സമയത്തൊക്കെ കോളേജുകൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് കൂടുതൽ എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്താണ്, ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഫിസിക്കലി അത് തരേണ്ടി വരുന്നില്ല, അല്ലെ അത്ര ചിലവ് നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആർ ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സർട്ടിഫൈങ് അതോറിറ്റീസ് ടു സർട്ടിഫൈ ദാറ്റ് ദ മെസ്സേജ് റിസീവ്ഡ് ബൈ ദ റിസീവൻറ്റ് ഇൻ റിയൽ ആൻഡ് ഒറിജിനൽ. അതായത് എന്താണ്, ആ മെസ്സേജ് സെൻഡ് ചെയ്തത് റിയലും ഒറിജിനലുമാണ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കുമ്പോഴും ഇത് ഇന്ന ആളാണ് അയച്ചതെന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും. എന്താണ്, ആ സർട്ടിഫൈ അതോറിറ്റി എന്ത് ചെയ്യാണ്, സർട്ടിഫൈ ചെയ്യാണ് ഈ മെസ്സേജ് റിസീവ്ഡ് ബൈ ദ റെസിപ്പിയൻ്റ് ഇൻ റിയൽ ആൻഡ് ഒറിജിനൽ ആണെന്നുള്ളത് റിസീവ് ചെയ്യാണ്. ദീസ് ആർ അറ്റാച്ച്മെൻറ്റ് ടു ഇലക്ട്രോണിക് മെസ്സേജ് യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി പർപ്പസ്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യും, സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അനുസരിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ടു മീൻ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നും പറയാറുണ്ട്. ഇഷ്യൂഡ് അണ്ടർ സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 35 ഓഫ് ദി ആക്ട്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 35 സബ്സെക്ഷൻ 4 അനുസരിച്ചാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്